ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഫോണിൽ ഗൂഗിൾ എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷൻ നിങ്ങൾ യൂസ് ചെയ്യാറുണ്ടോ എന്നറിയില്ല എങ്കിൽ ആ ആപ്ലിക്കേഷനിൽ രസകരമായ പല സെറ്റിംഗ്സുകളും പല ഫീച്ചറുകളും ഉണ്ട്. അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. അതിനായി നിങ്ങളുടെ ഫോണിൽ തന്നെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, ഗൂഗിൾ ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇതേ രീതിയിൽ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് തന്നെ അതിൽ ഫസ്റ്റ് ഫീച്ചർ ഒരു സോങ്ങിനെ കുറിച്ചാണ്. ഇപ്പം നിങ്ങൾക്ക് അറിയാത്ത ഒരു സോങ്സ്, ഇപ്പം നിങ്ങൾ ബസ്സിലൊക്കെ പോകുന്ന സമയത്തും അതുപോലെ തന്നെ ഏതെങ്കിലും റീൽസിൻ്റെ കുറച്ച് ഭാഗങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ സോങ് നിങ്ങൾ കേൾക്കും. അത് ഏത് സോങ്സ് ആണെന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അറിയാൻ സാധിക്കുന്ന ഒരു ഓപ്ഷൻ ഇതിലുണ്ട്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇതിലത്തെ ഐഡൻറ്റിഫൈ സോങ്സ് എന്ന് കാണാം. ഈ ഐഡൻറ്റിഫൈ സോങ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കേൾപ്പിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ താളം നിങ്ങൾ ഇതിൽ പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ സെർച്ച് ആയിട്ട് അത് ഏത് സോങ്സ് ആണെന്ന് നിങ്ങൾക്ക് പറയുന്നതായിരിക്കും. നമുക്ക് ഇതേപോലെ ഏത് സോങ് ആണെന്ന് വളരെ പെട്ടെന്ന് തന്നെ ആ സോങ് നിങ്ങൾക്ക് കേൾക്കാനും അതിനെക്കുറിച്ച് അറിയാനും നിങ്ങൾക്ക് സാധിക്കും. രണ്ടാമതായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സോൾവ് ഹോംവർക്ക്. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒരു സ്ക്രീൻ ഉണ്ടാവും. ആ സ്ക്രീനിൽ നമുക്ക് അറിയാത്ത വലിയ വലിയ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഇതേപോലെ സ്കാൻ ചെയ്യും. ഇപ്പം ഞാൻ ജസ്റ്റ് ഇതേപോലെ ഞാനൊരു നോട്ടിൽ എഴുതിയിട്ട് ഇതേപോലെ ജസ്റ്റ് ഇതേപോലെ ഞാനൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ സ്ക്രീനിൽ ഇതേപോലെ എടുക്കുകയാണ്. അതിൻ്റെ ആൻസർ ഇതിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ വരുന്നതായിട്ട് കാണാം. വലിയവർക്ക് ഹോംവർക്ക് എന്ന ഓപ്ഷനിൽ നമുക്കിത് ചെയ്യാൻ സാധിക്കും. അതായിട്ട് നിങ്ങൾക്കിവിടെ ട്രാൻസ്ലേറ്റ് ടെസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ട്രാൻസ്ലേറ്റ് ടെസ്റ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. സോൾവ് ഹോംവർക്കായി, ഐഡൻറ്റിറ്റി സോങ്സായി, അതിനുശേഷം ഷോപ്പ് ഫോർ പ്രൊഡക്ട്സ്. ഇതിൽ നിങ്ങൾക്ക് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റുകൾ, നമുക്ക് ഏത് പ്രൊഡക്റ്റാണോ, ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് നമുക്ക് അറിയില്ല എങ്കിൽ ഇതേ രീതിയിൽ നിങ്ങൾ അത് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ക്യാമറ ഐക്കൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഓൺ ചെയ്യുക. ക്യാമറ ഓൺ ചെയ്തിട്ട് ഏത് പ്രൊഡക്റ്റാണോ നിങ്ങൾക്ക് അറിയാത്തത്, ഇപ്പോൾ എൻ്റെ ഒരു പ്രൊഡക്റ്റിൻ്റെ ഇതേപോലെ ഇതേപോലെ ബാർ കോഡ് ഉണ്ടെങ്കിൽ ആ ബാർ കോഡിൽ ഇതേപോലെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്കാൻ ചെയ്യാം. വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. ഇപ്പോൾ അതിൻ്റെ ഓപ്ഷൻ ഉണ്ടാകും. ഇപ്പോൾ ഞാൻ ആ സെർച്ച് ചെയ്ത പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതേപോലെ അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ റേറ്റും അതിൻ്റെ എന്തൊക്കെയാണെന്നത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. മൂന്നാമതായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിലായിട്ടൊരു ഐക്കൺ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഐക്കണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഈ ഐക്കണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതേ രീതിയിൽ നിങ്ങൾക്ക് കാണാം. അതിനുശേഷം നിങ്ങൾ മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുക. മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കാണാം സ്പീക്കിംഗ് പ്രാക്ടീസ് ആണ്. നമ്മൾ ഇംഗ്ലീഷൊക്കെ സംസാരിക്കണം. ഇത് പഠിക്കുന്ന കുട്ടികൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. നിങ്ങളിവിടെ ട്രൈ എക്സാമ്പിൾ എന്ന് കാണാം. ഈ ട്രൈ എക്സാമ്പിൾ എടുക്കാൻ നിങ്ങൾക്ക് ടേൺ ഓൺ എന്നാണ്ടാവും. അതൊക്കെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണം. അതിനുശേഷം ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്താണോ നിങ്ങൾക്ക് സംസാരിക്കേണ്ടത് അതൊക്കെ ഇത് തന്നെ പറയാം. ഇത് തന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. ഇത് പഠിക്കുന്ന കുട്ടികൾക്ക് വളരെയധികം ഉപകാരപ്പെടും. അതിനുശേഷം നിങ്ങൾ മുകളിലോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ഈ ഒരു ഓപ്ഷൻ കാണാം. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ പ്ലേ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വയലിൻ, ഇപ്പോൾ വയലിനൊക്കെ പഠിക്കുന്നവർക്ക് നമുക്ക് ഇതിൽ തന്നെ നമുക്ക് വയലിൻ ഉപയോഗിക്കാൻ സാധിക്കും. ഇത് പ്ലേ വയലിൻ എന്ന് കാണാം. ഈ ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് കാണാം വയലിൻ വായിക്കാൻ അറിയാത്ത എനിക്കും ഇതേ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ ഇതൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് ഒരിക്കലും അറിയില്ല. അറിയുന്നൊക്കെ വീഡിയോ ലഭിക്കുവാൻ രാജേഷ് പൈനൂർ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക.